ജോബി, നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് വയ്ക്കാം. ഇതിന്റെ മേലെ ഒരു പാറക്കല്ലുണ്ടെന്ന് വയ്ക്കാം. എന്നിട്ട് ഈ പാറക്കല്ലിനെ വലിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ചുറ്റും ഒരു കയർ കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ആ കയർ വെച്ചിട്ട് നമ്മളതിനെ വലിക്കാൻ നോക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ഉണ്ട്. അപ്പോൾ ഈ പാറക്കല്ലിന്റെ മേലെ ഫോഴ്സ് വരണത് ഈ കയർ കൂടിയാണ്. നമ്മൾ ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യണത്, പക്ഷെ കയർ കൂടി പാറക്കല്ലിന്റെ മേലെ ഫോഴ്സ് വരണത് ഈ കയർ കൂടിയാണ്. അപ്പോൾ ഇതേമാതിരി നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു രണ്ട് ചാർജ് ഉണ്ടെന്ന് വയ്ക്കാം. ഒരു ചാർജ് Q1, ഒരു ചാർജ് Q1, പിന്നെ വേറൊരു ചാർജ് Q. ഈ ചാർജ് Q P എന്ന് പറഞ്ഞ പോയിന്റിലാണെന്ന് വയ്ക്കുക. പിന്നെ നമുക്ക് ഇതിന്റെ പൊസിഷൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെന്ന് വയ്ക്കാം. ഇതാണ് അതിന്റെ ഒറിജിൻ. അപ്പൊ ഈ ഒറിജിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പൊസിഷൻ വെക്ടർ R1 ആണ്. പിന്നെ ഈ ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ RP ആണ്. അപ്പോൾ ഈ വെക്ടർ വന്നിട്ട് RP മൈനസ് R1 വരും. അപ്പൊ കൂളംസ് ലോ പ്രകാരം Q1 കൊണ്ട് ക്യൂവിന്റെ മേലെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്താണ്? FQ. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ കൂളംസ് ലോ ഡിസ്കസ് ചെയ്തപ്പോൾ ഉപയോഗിക്കുന്ന അതേ നൊട്ടേഷനാണ് ഞാൻ ഇവിടെയും ഉപയോഗിക്കുന്നത് കേട്ടോ. Q1 equal to 1/4πε0 Q1Q divided by RP1 squared times the unit vector RP1. നമ്മൾ കൂളംസ് ലോ ഡിസ്കസ് ചെയ്ത മാതിരി പറഞ്ഞ മാതിരി ക്യൂവും Q1ഉം ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ 1 നിന്ന് Pയിലേക്കുള്ള യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, RP1 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ Q1ന്റെ പൊസിഷനിൽ നിന്ന് Pയിലുള്ള പൊസിഷനിലേക്കുള്ള ഒരു യൂണിറ്റ് വെക്ടർ. ഇനി ഇവര് അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ഈ പ്രോഡക്റ്റിൽ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. ആ മൈനസ് സൈൻ കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് വെക്ടർ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പാറക്കല്ലിനെ നമ്മൾ വലിക്കുമ്പോൾ ഈ കയർ കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇതേമാതിരി ഈ Q1ന്റെ ഫോഴ്സ് ക്യൂവിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ആൾക്കാർ ആലോചിച്ചു. പ്രത്യേകിച്ച് ഫാരഡേമാരുള്ള സയന്റിസ്റ്റുമാര് എങ്ങനെയാണ് ഈ Q1ന്റെ മേലെ Q1 കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ക്യൂവിന്റെ മേലെ വരണമെന്ന് ആലോചിച്ചു. സോ ഇവർ തമ്മിൽ വേറെ കണക്ഷനൊന്നുമില്ല, കയറൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് Q1 കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ക്യൂവിന്റെ മേലെ വരണമെന്ന് ആലോചിച്ചു. ഇതെങ്ങനെ ആലോചിക്കാൻ കാരണം ഫാരഡേക്ക് മാഗ്നറ്റ്സിനെയൊക്കെ പറ്റി അറിയായിരുന്നു. അപ്പോൾ ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ഇതവിടെ ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് വയ്ക്കാം. നോർത്ത് പോൾ, സൗത്ത് പോൾ. ഇതിന്റെ ചുറ്റും നമ്മൾ അയൺ ഫൈലിങ്സ് ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ അയൺ ഫൈലിങ്സ് ഒക്കെ ഇതേമാതിരിയുള്ള പാറ്റേൺസ് ഉണ്ടാക്കും ഇല്ലേ? ഇതേമാതിരി പാറ്റേൺസ് ഉണ്ടാക്കും. അത് എല്ലാവർക്കും അറിയാം, ഫാരഡേക്കും അറിയായിരുന്നു. അപ്പോ അങ്ങേരെ ഇതിനെ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാല് ഈ മാഗ്നറ്റ് കാരണം ഈ മാഗ്നറ്റ് ഇതിന്റെ ചുറ്റും ഒരു പ്രഭാവം സൃഷ്ടിക്കുകയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ആ പ്രഭാവം കാരണമാണ് നമ്മൾ ഇങ്ങനെ അയൺ ഫൈലിങ്സ് ഇടുമ്പോൾ ഈ അയൺ ഫൈലിങ്സ് ഇതേമാതിരി പാറ്റേൺ ഫോം ചെയ്യണം. അപ്പൊ അതേമാതിരി ചാർജസിന്റെ കേസിലും ഫാരഡേ ഇമാജിൻ ചെയ്തത് ഈ Q1 അതിന്റെ ചുറ്റും ഒരു പ്രഭാവം, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസ് ആണ് ഈ ക്യൂവിൽ ആക്ട് ചെയ്തിട്ട് അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാക്കണമെന്ന് അങ്ങേര് ഇമാജിൻ ചെയ്തു. ഓക്കെ, ഈ പ്രഭാവം എന്ന് പറയുന്നത് അങ്ങേര് ഇമാജിൻ ചെയ്തത് ഇതിന്റെ
ചുറ്റുമുള്ള സ്പേസിലെ എന്തോ തരം ഫിസിക്കൽ ടെൻഷൻ അത് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ദ്രാവകം ഒലിച്ചു വരുന്നൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അപ്പോ ഇതിനെ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് അങ്ങനെ മനസ്സിലാക്കിയത്. ആദ്യം ഈ Q1 ഇതിന്റെ ചുറ്റും ഒരു പ്രഭാവം, ആ പ്രഭാവത്തിനാണ് ഇലക്ട്രിക് ഫീൽഡിന്ന് Q1ന്റെ ഇലക്ട്രിക് ഫീൽഡിന്ന് അങ്ങേര് മനസ്സിലാക്കിയത്. ആദ്യം ഈ Q1ന്റെ ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് Qയിൽ ആക്ട് ചെയ്തിട്ട് അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാക്കും. അങ്ങനെയാണ് വിചാരിച്ചത്. അങ്ങനെയാണ് അങ്ങേര് ഇമാജിൻ ചെയ്തത്. ഫാരഡേ ഡിഡ് നോട്ട് നോ മാത്തമാറ്റിക്സ്. അപ്പോ ഇതേമാതിരി ഇക്വേഷൻസിനെ പറ്റിയിട്ടൊന്നും ഫാരഡേക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. പക്ഷെ വളരെ ഇൻറ്റ്യൂട്ടീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നൊരു സയന്റിസ്റ്റ് ആയിരുന്നു ഫാരഡേ. കുറെ കാര്യങ്ങൾ അങ്ങേരുടെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ടാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവണമെന്ന് അങ്ങേര് ആലോചിച്ചെടുത്തത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഇതിന്ന് നമുക്ക് മാറ്റി നിർത്തണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. അതായത് 1/4πε0 Q1 ടൈംസ് യൂണിറ്റ് വെക്ടർ RP1 ഡിവൈഡഡ് ബൈ RP1 സ്ക്വയർഡ്. എന്നിട്ട് ക്യൂവിനെ തന്നെ ഞാൻ ഇവിടെ എഴുതുന്നു. അപ്പോ Q1നെ കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അല്ലേ. ഈ 1/4πε0 ഒരു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ Q1നെ കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. Q1 ചാർജ് ഇതിലുണ്ട്. Q1ന്റെ പൊസിഷൻ R1ലാണ്. അതും ഈ RP1 ക്യാപ് എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടറിലുണ്ട്. ഇവിടെയും RP1 സ്ക്വയർഡിലും അതിന്റെ പൊസിഷൻ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ തനിച്ച് നിർത്തിയിരിക്കുന്നത് നമ്മൾ വെച്ചിരിക്കുന്ന വേറെ ചാർജ് Q ആണ്. അപ്പോ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ Q1 എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ PQ1, അതായത് the electric field produced at the point P due to the charge Q1 is equal to 1/4πε0 Q1 by RP1 squared times the unit vector pointing from the point 1 to the point P. അപ്പൊ നമുക്ക് ഈ ഫോഴ്സിനെ ഇങ്ങനെ എഴുതാം. The force, അതായത് ഫാരഡേയുടെ ഇമാജിനേഷൻ പ്രകാരം ഈ ഫോഴ്സ് വരുന്നത് ആദ്യം Q1 ഒരു പ്രഭാവം സൃഷ്ടിക്കും. ആ പ്രഭാവം ഈ Qയിൽ ആക്ട് ചെയ്യും. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവണം എന്നാണ് ഫാരഡേ ഇമാജിൻ ചെയ്തത്. അപ്പൊ അങ്ങനെ അത് പ്രകാരം ഈ FQ1നെ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ 1/4πε0 Q1 by RP1 squared R cap P1നെ നമുക്ക് ഈ PQ1 എഴുതാം, മൾട്ടിപ്ലൈഡ് ബൈ Q. അതായത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ഈ PQ1നെ FQ1 ഡിവൈഡഡ് ബൈ ഈ ക്യൂവിനെ ഇവിടെ കൊണ്ടുവന്നാൽ ഡിവൈഡഡ് ബൈ Q എന്ന് എഴുതാം. അപ്പൊ ഇതിന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഫാരഡേ ഇമാജിൻ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് എന്താണത്? ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അതായത് നമ്മൾ ഇവിടെ ക്യൂവിനെ 1 എന്നാക്കിയാലേ ഈ FQ1ഉം ഈ PQ1ഉം സെയിം ആവും ഇല്ലേ? ഇവിടെ ക്യൂവിനെ 1 എന്ന് എടുത്താല് യൂണിറ്റ് 1 കൂളും, ക്യൂവിനെ യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 1 കൂളും. അങ്ങനെ ക്യൂവിനെ യൂണിറ്റ് കൂളും ചാർജ് ആയിട്ട് എടുത്താല് ഈ ഇക്വേഷനും സെയിം ആവും, കാരണം Q1 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിനൊരു യൂണിറ്റും കിട്ടും ഇല്ലേ? എന്താണ് ഇതിന്റെ യൂണിറ്റ്? ഇതിന്റെ ന്യൂമറേറ്ററിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിനോമിനേറ്ററിന്റെ യൂണിറ്റ് കൂളുംബാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് വന്നിട്ട് ന്യൂട്ടൺസ് പെർ കൂളും എന്നാവും. ഇനി നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുമ്പോൾ അതിനൊരു യൂണിറ്റ് കൊണ്ടുവരും, വോൾട്ട്സ് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ നമ്മൾ പഠിക്കും ഈ ന്യൂട്ടൺസ് പെർ കൂളുംബും വോൾട്സ് പെർ മീറ്ററും സെയിം യൂണിറ്റ് ആണെന്ന് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് വോൾട്സ് പെർ മീറ്റർ എന്നായിരിക്കും. ഇതാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്, വോൾട്സ് പെർ മീറ്റർ. പക്ഷെ തൽക്കാലം നമുക്ക് വോൾട്സിനെ പറ്റി അറിയില്ലല്ലോ. അത് കാരണം തൽക്കാലം നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റിനെ ന്യൂട്ടൺസ് പെർ കൂളും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിനെ, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതായത് ഈ Q1ന്റെ ഇൻഫ്ലുവൻസ്, Q1ന്റെ പ്രഭാവം. അപ്പൊ അതിനെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതേമാതിരി ഒരു ചാർജ് Q1 കൊണ്ടുവരണം. എന്നിട്ട് ആ Q1ഉം Qഉം തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ ഫോഴ്സിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു Q1 ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് Pയിൽ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ആ പോയിന്റ് Pയിൽ നമ്മൾ ഒരു ടെസ്റ്റ് ചാർജ് Q കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ ഈ Qവിനെ ടെസ്റ്റ് ചാർജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ടെസ്റ്റ് ചാർജ്. അങ്ങനെ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്നിട്ട് അവർ തമ്മിലുള്ള കൂളും ഫോഴ്സ് കണ്ടുപിടിക്കണം. അതാണ് FQ1. എന്നിട്ട് ആ ഫോഴ്സിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പാടുമോ? പറ്റും. കാരണം എന്താ അറിയോ, ഈ Q ഇസ് എ സ്കേലർ ക്വാണ്ടിറ്റി, 1/Q ഇസ് എ സ്കേലർ ക്വാണ്ടിറ്റി അല്ലേ? Q സ്കേലർ ക്വാണ്ടിറ്റിയാണ്, 1/Q സ്കേലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു വെക്ടറിനെ ഒരു സ്കേലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് ഇസ് അലൗഡ്. അപ്പോൾ ഈ FQ1നെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഈ ടെസ്റ്റ് ചാർജ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ ടെസ്റ്റ് ചാർജ് ഇതിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ അല്ലെ? Q1 Qന്റെ മേലെ ഫോഴ്സ് ഉണ്ടാക്കണ മാതിരി Q1ന്റെ മേലെയും ഫോഴ്സ് ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം ഈ Q1നെ അവിടുന്ന് മാറ്റാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ? സാധ്യതയില്ല, അത് മാറും. നമ്മൾ അതിനെ അവിടെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഈ Q1 അതിന്റെ പൊസിഷനൊക്കെ മാറും, Q1 കൊണ്ട് Qന്റെ പൊസിഷനൊക്കെ മാറും. അപ്പോൾ അങ്ങനെ മാറാതിരിക്കാൻ നമ്മൾ ഈ Q എന്ന് പറഞ്ഞ ടെസ്റ്റ് ചാർജിനെ വളരെ 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 ചെറിയ ടെസ്റ്റ് ചാർജ് ആക്കിയിട്ട്, അങ്ങനത്തെ ഒരു ചെറിയ ടെസ്റ്റ് ചാർജിനെ നമ്മൾ ടെസ്റ്റ് ചാർജ് ആയിട്ട് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ ഡെഫിനിഷനെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതും: EPQ1 is equal to limit Q going to 0 FPQ1 divided by Q. അതായത് നമ്മൾ ടെസ്റ്റ് ചാർജിനെ വളരെ വളരെ ചെറുതാക്കണമെന്ന്. എന്തിനാണ് ചെറുതാക്കണത്? കാരണം ഈ Q1നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ് Q1 കൊണ്ട് P എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇനിയിപ്പോ Q1 മാത്രമല്ല, വേറെ കുറെ ചാർജസ് ഉണ്ടെന്ന് വെക്കാം. Q2, Q3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ പോയിന്റിൽ Pയിലത്തെ നെറ്റ് ചാർജ് വന്നിട്ട് ഈ ഓരോ ഇലക്ട്രിക് ഫീൽഡിന്റെയും വെക്ടർ സമായിരിക്കും. അതെങ്ങനെ അറിയാം? കാരണം നമുക്ക് കൂളിംഗ് ഫോഴ്സസിന് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് അറിയാം. അപ്പോ ഇവിടെ ഇങ്ങനെ Q2, Q3 കൊണ്ടുവന്നാലേ ഈ Qന്റെ മേലെയുള്ള നെറ്റ് ഫോഴ്സ് വന്നിട്ട് ഈ പെയർ വൈസ് ഫോഴ്സസിന്റെ വെക്ടർ സമാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇലക്ട്രിക് ഫോഴ്സസ് ഒബേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫോഴ്സസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്സും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. കാരണം ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫോഴ്സും ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ഇറ്റ്സ് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അപ്പൊ ഫോഴ്സ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. ഓക്കെ, അതിൽ സർപ്രൈസിംഗ് ആയിട്ടൊന്നുമില്ല. പക്ഷെ ആ ആദ്യത്തെ കാര്യം, അതായത് ഇലക്ട്രിക് ഫോഴ്സ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എക്സ്പെരിമെന്റിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. അല്ലാണ്ട് നമ്മൾ ലോജിക് ഉപയോഗിച്ചിട്ടോ വേറെ തിയറി ഉപയോഗിച്ചിട്ടോ ഡെഡ്യൂസ് ചെയ്തത് അല്ല. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോ ഈ P എന്നുള്ള പോയിന്റിന് മേലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: P എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P. ഇത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P ഡ്യൂ ടു Q1. This is equal to the vector sum of EPQ1 plus EPQ2 plus EPQ3.
ഇനി 3 ചാർജസ് അല്ല, ഇഷ്ടം പോലെ ചാർജ് ഉണ്ടെങ്കിലോ, n ചാർജസ് ഉണ്ടെന്ന് വയ്ക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. EP is equal to summation I is equal to 1 to n. അതായത് n ചാർജസ് ഉണ്ട്. ഇവിടെ Q1, Q2, Q3 മാത്രമല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇതേമാതിരി Q1, Q2, Q3 അങ്ങനെ Qn വരെ ചാർജസ് ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാം. EP QI വെക്ടർ സം. അപ്പോൾ ഇതിനെ ഒരു കോമ്പാക്റ്റ് ആയിട്ട് എഴുതാൻ ഈ ഒരു നൊട്ടേഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഫോർമുല ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതും ചെയ്യാം. EP is equal to summation I is equal to 1 to n. EPQI എന്ന് പറഞ്ഞാൽ ഇവിടെ Q1ന്റെ സ്ഥാനത്ത് QI കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. EPQI എന്ന് പറഞ്ഞാൽ ഇവിടെ Q1ന്റെ സ്ഥാനത്ത് QI കൊണ്ടുവരണം. എന്താണ് EPQI? ഇവിടെ Q1നെ QI വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? 1/4πε0. Q1ന് പകരം QI. RP1 എന്ന് പറയുന്നതിന് പകരം RPI സ്ക്വയർഡ്. R∩P1 എഴുതുന്നതിന് പകരം R∩PI. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു a collection of charges Q1 to Qn at the point P. RPI is a position vector connecting the charge QI and the position RP. RPI cap is the unit vector from the position of charge QI to the position P. ഇത്രയുള്ളൂ കാര്യം. ഓക്കെ, ഇനി നമ്മൾ ഈ ഫീൽഡ് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുവല്ലോ. ഈ ഫീൽഡ് ഉള്ളുന്ന വാക്ക് ഒരു ജനറൽ വാക്കാണ്. അതെന്താണെന്ന് നമുക്ക് ഒന്നും ഡിസ്കസ് ചെയ്യാം. See, whenever there is a quantity, say f as a function of x, y, z, that varies with x, y and z, we can call it a field. See, ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റി നമ്മൾ സ്പേസിൽ കൂടി പോകുമ്പോൾ ഓരോ സ്പേസിലത്തെ ഓരോ പോയിന്റിലും ഓരോ വാല്യൂ ആണെന്ന് വെക്കുക. അതായത് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ, സെഡ്. സ്പേസിലെ ഓരോ പോയിന്റിലും ഓരോ സ്പേഷ്യൽ പോയിന്റിലും ഓരോ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ആ ക്വാണ്ടിറ്റീനെ ഇങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുക. സി, ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു റൂമുണ്ടെന്ന് വയ്ക്കട്ടോ. ഒരു റൂമുണ്ട്, അടുക്കള, നമ്മുടെ കിച്ചൺ. ഓക്കെ, നമ്മുടെ കിച്ചൻ്റെ ഡോർവേ. അപ്പോൾ ഇവിടെ കിച്ചൻ്റെ കൗണ്ടർ. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളെന്തോ ചോറ് കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. നമ്മളെന്തോ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്യാസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ നമ്മൾ ഈ റൂമിലത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ ടെമ്പറേച്ചർ. ഈ ഗ്യാസിന്റെ അടുത്ത് വരുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ഇവിടെ വല്ല ഫ്രിഡ്ജ് വല്ല ഉണ്ടെങ്കിൽ ആ ഫ്രിഡ്ജ് തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് പോയിരുന്നിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ കുറയും അല്ലേ. അപ്പോൾ ഈ റൂമിലത്തെ എല്ലാ പോയിന്റ്സിലത്തെയും നമ്മൾ വല്ല ടെമ്പറേച്ചർ സെൻസറോ വല്ലതൊക്കെ വെച്ചിട്ട് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടും. T as a function of x, y and z. അതായത് ഈ റൂമിലത്തെ ഓരോ പോയിന്റിലും ഓരോ ടെമ്പറേച്ചർ ആണെന്ന് ആ ഫംഗ്ഷനാണ് ഇത്. ഇതെങ്ങനെ മെഷർ ചെയ്യണോ? എന്തെങ്കിലും സെൻസർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യും. എന്നിട്ട് നമ്മൾ മെഷർ ചെയ്ത വാല്യൂസ് ഒക്കെ ഒരു ടേബിളിൽ നിറയ്ക്കും. ആ ടേബിളാണ് ഈ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ടെമ്പറേച്ചർ ഫീൽഡ് എന്ന് പറയാം. ടെമ്പറേച്ചർ ഫീൽഡ്. ഇനി ഇതേമാതിരി ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് വെക്കാം. അതിൽ കുറെ വെള്ളമുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോകും തോറും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ
നമ്മൾക്ക് ഈ സ്വിമ്മിംഗ് പൂളിന്റെ വെള്ളത്തിന്റെ ഉള്ളിൽ ഓരോ പോയിന്റിലും ഓരോ പ്രഷർ മെഷർ ചെയ്യണമെന്ന് വെക്കാം. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം, പി എക്സ് കോമ വൈ കോമ സെഡ്. ഇതിനെ നമുക്ക് പ്രഷർ ഫീൽഡ് എന്ന് വിളിക്കാം. പ്രഷർ ഫീൽഡ് എന്ന് വിളിക്കാം. സോ ഈ രണ്ട് ഫീൽഡ്സും, പ്രഷർ ഫീൽഡും ടെമ്പറേച്ചർ ഫീൽഡ്സും സ്കേലാർ ഫീൽഡ്സ് ആണ് അല്ലെ. കാരണം ഇതിലത്തെ ഓരോ പോയിന്റിലത്തെയും ഇവിടുത്തെ ഓരോ റൂമിലത്തെ ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചർ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അതേമാതിരി ഇവിടെ ഈ വെള്ളത്തിന്റെ ഉള്ളിൽ ഓരോ പോയിന്റിലത്തെയും പ്രഷർ അതും ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു സ്കേലാർ ഫീൽഡാണ്. സ്കേലാർ ഫീൽഡ്, ഇതും സ്കേലാർ ഫീൽഡാണ്. അപ്പൊ ഫീൽഡ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ട് പരിഭ്രമിക്കണ്ട എന്ന് പറയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഇങ്ങനെ എക്സ് വൈ സെഡ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഫീൽഡ് എന്ന് വിളിക്കും. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വന്നിട്ട് ഒരു വെക്ടർ ഫീൽഡാണ്. ഓക്കെ, നമുക്കൊരു പോയിന്റ് ചാർജ് എടുക്കാം, ക്യൂ. നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ടു ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നമ്മൾ ഈ പോയിന്റിനെ നമ്മുടെ ഒറിജിനിൽ വെച്ചിരിക്കുകയാണെന്ന് വയ്ക്കാം. അപ്പോൾ നമുക്കൊരു 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഇതാണ് എക്സ്, ഇതാണ് വൈ, ഇതാണ് സെഡ്. അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ട് നമ്മളൊരു പോയിന്റ് പി, ഒരു ജനറൽ പോയിന്റ് പി, അതിന്റെ കോർഡിനേറ്റ്സ് വന്നിട്ട് എക്സ് കോമ വൈ കോമ സെഡ് ആണെന്ന് വെക്കാം. അപ്പൊ ഇതിന്റെ പൊസിഷൻ വെക്ടർ ആർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ടു ഈ പോയിന്റിലത്തെ ഈ ചാർജ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇ ക്യൂ. അറ്റ് ദ പോയിന്റ്, ഓക്കെ, E at the point P due to the charge Q is equal to 1 by 4 pi epsilon 0 Q by R squared R cap. അതായത് ഈ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് ആർ ക്യാപ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വന്നിട്ട് ക്യൂ ബൈ ആർ സ്ക്വയർഡ്. ഇത്രയേ ഉള്ളൂ ഈ പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ്. പക്ഷേ ഇതൊരു വെക്ടർ ഫീൽഡാണ്. ഈ പി ക്യൂ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. കാരണം എന്താണ്? ഈ ആർ സ്ക്വയർഡിൽ എക്സും വൈ സെഡും ഉണ്ട് അല്ലെ. ഈ ആർ സ്ക്വയർഡിന്റെ എക്സ്പാൻഷൻ എന്താണ്? എങ്ങനെയാണ് നമ്മൾ ആർ സ്ക്വയർഡ് ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും വെച്ചിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം അല്ലെ. ആർ സ്ക്വയർഡ് എന്താണ്? ആർ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് സെഡ് സ്ക്വയർഡ്. അപ്പൊ ഈ ആറില് എക്സ് വൈ സെഡ് ഉണ്ട്. പിന്നെ ഓരോ പോയിന്റിലും ഓരോ ഡയറക്ഷൻ വെക്ടറാണ്. ഇവിടെ അതിന്റെ ഡയറക്ഷൻ ഈ റേഡിയസിന്റെ ഡയറക്ഷനിലാണ്. ഇവിടെ നമ്മൾ വേറെ ഇതേ ലെങ്ത് ഉള്ള റേഡിയസ് നമ്മൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്യുക. പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ ലെങ്ത് സെയിം ആണെങ്കിൽ, അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 6 ആണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 6 ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും, ഡയറക്ഷൻ മാത്രം മാറും. അപ്പോൾ ഇതേമാതിരി ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇതിന് ചുറ്റും ഒരു സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് സ്ഫിയർ ആണെന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. ഇതേമാതിരി ഒരു സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്ഫിയറിന്റെ എല്ലാ സ്ഥലത്തും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. പക്ഷേ ഡയറക്ഷൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ റേഡിയസിന്റെ വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും, ഇവിടെ ഈ റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയാ അറിയോ? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന് സ്ഫെറിക്കൽ സിമെട്രി ഉണ്ട് എന്ന് പറയും. സ്ഫെറിക്കൽ സിമെട്രി. രണ്ട് കാരണമുണ്ട് ഇതിന് സ്ഫെറിക്കൽ സിമെട്രി ഉണ്ടെന്ന് പറയാൻ കാരണം. ഒന്ന്, ഈ സ്ഫിയറിലെ എല്ലാവിടെയും ഒരേ മാഗ്നിറ്റ്യൂഡാണ്, 1/4 pi epsilon 0 Q by R squared. പിന്നെ ഡയറക്ഷൻ വേറെ വേറെയാണ്. എന്നാലും കൂടി നമുക്ക് ഇവിടുത്തെ ഡയറക്ഷനെ പറ്റി പറയാൻ നമുക്ക് ഒരു ഒറ്റ സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടുത്തെ ഡയറക്ഷൻ ഇവിടുത്തെ
പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്യുക. ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലത്തെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്യുക. അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഇനിയിപ്പോ ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, പക്ഷെ ഇവിടെ വരുമ്പോൾ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ആണെന്ന് പറഞ്ഞാൽ അതിന് സ്ഫെറിക്കൽ സിമെട്രി ഇല്ല. എല്ലാവിടെയും എലോങ് ദ റേഡിയസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ എലോങ് ദിസ് റേഡിയസ്, ഇവിടെ എലോങ് ദിസ് റേഡിയസ്, ഇവിടെ എലോങ് ദിസ് റേഡിയസ്, എല്ലാവിടെയും എലോങ് ദ റേഡിയസ് ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ചിലവിടെ എലോങ് ദ റേഡിയസും ചിലവിടെ ടാൻജൻഷ്യൽ ടു ദ റേഡിയസ് ആയിട്ടും അല്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്ഫെറിക്കൽ സിമെട്രി ഇല്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പോയിന്റ് ചാർജ് ഹാസ് ഗോട്ട് സ്ഫെറിക്കൽ സിമെട്രി. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫീൽഡാണ്. ടെമ്പറേച്ചർ ഫീൽഡും പ്രഷർ ഫീൽഡും സ്കേലർ ഫീൽഡ്സ് ആണ്. ഇതാണ് വ്യത്യാസം. അല്ല ജിതിൻ, ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സാധനം ശരിക്കും ഉണ്ടോ? അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. എന്നിട്ട് ജോബി ചോദിച്ച കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ശരി.